ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കണം കേട്ടോ. അതായത് ഈ ഒരു സൈഡിൽ ഞാൻ മത്തി മീൻ ഇതാക്കണം ഫ്രൈ ചെയ്തിങ്ങാട്ട് ഇങ്ങനെ മറിച്ചിടും ചെയ്യാൻ. അപ്പം ഇന്നും എൻ്റെ അളിയനുണ്ട്. ഇന്നലെ ഫുള്ള് ഓൻ്റെ തീർന്നില്ല. അവന് കാട് വെട്ടിയെന്ന ഭയങ്കര കാടാണ്. അപ്പോൾ ഫുള്ള് തീർക്കാൻ കഴിയില്ല. അപ്പം ഇന്നും കൂടി ഉണ്ടാവും. ഇന്ന് അത്രക്കും വലിയ കാടായതുകൊണ്ട് അപ്പം ഞാൻ ഓനുള്ളതൊക്കെ റെഡിയാക്കി വെച്ച് ചായയൊക്കെ ഉണ്ടാക്കിയാണ് റെഡിയാക്കിയത്. ഇന്നിപ്പോൾ എവിടെ പോകണമൊന്നുമില്ല കേട്ടോ. ഇന്നലെ പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നലെ ഓരോ സ്ഥലത്തേക്ക് പോവുക അയച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്തോ നമുക്ക് ഈ എന്താ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, സർക്കാർ ഹോസ്പിറ്റലിലൊക്കെ എന്തോ ഒരു ചെറിയൊരു കാർഡ്, ആ കാർഡ് എടുക്കുന്ന ഒരു ദിവസമായിരുന്നു. ദിവസം പറഞ്ഞാൽ കഴിഞ്ഞ മാസമൊക്കെ തുറന്നു. പക്ഷെ അറിഞ്ഞിട്ടില്ലേ ഇവിടെ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ കാർഡ് ഇല്ല, അങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് സ്ഥലത്തും കൂടെയൊക്കെ പോയി റെഡിയാക്കി ഡോക്ടറെ ഒന്ന് കണ്ടു. ഇവിടെ ഞങ്ങൾ ചായയൊക്കെ തണുത്തു കേട്ടോ. ഇവിടെ കണ്ടോ ഒരാള് കരഞ്ഞ് കരഞ്ഞ് മീനിന്റെ സ്മെല്ല് കേട്ടപ്പോ ഇതിന് കരയുന്നുണ്ടല്ലോ. കുഞ്ഞനെ വിളിച്ച കാക്കാനെ വിളിച്ച ചായ കുടിക്കാന് ഉണ്ടോ? ബാബു അവിടെ വെട്ട്. അപ്പൊ ഞാൻ ഓനെ ചായ കുടിക്കാൻ വേണ്ടിട്ട് വിളിക്കട്ടെ കേട്ടോ. അപ്പൊ അതിന് ചായക്ക് ഇതാക്കണേ പുട്ട്, പിന്നെ കടലക്കറി കേട്ടോ. കടലക്കറി എന്നിട്ട് കുറച്ചൊരു ഉപ്പുമാവ് ഉണ്ടല്ലോ, ഉപ്പുമാവ് കേട്ടോ. അപ്പൊ ഏതാ വേണ്ടത് കഴിച്ചോളൂ. പിന്നെ മീൻകറി ഉണ്ട്. മീൻകറി വേണമെങ്കിൽ എടുത്തിട്ടില്ല, എടുക്കുക. അപ്പൊ മീൻകറി കണ്ടില്ലേ, ഞാൻ എന്തെല്ലാം നമ്മളിതിലിട്ട മീൻകറി തന്നെ നമുക്ക് ബാലൻസ് അവിടെ കിടക്കുകയാണ്. അതിൽ ആ കുറച്ച് ഉപ്പേരിയാക്കി ഞാണ്ട് മുതര ഉണ്ടല്ലോ, കുറച്ചിങ്ങനെ വെള്ളത്തിലാക്കിങ്ങാണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യാം. എന്നാൽ കറിയായിട്ട് ഒഴിച്ചുങ്ങാണ്ട് അങ്ങനെ ഇതാക്കാം. ഉപ്പിട്ട് നമ്മൾ സൈഡാക്കിങ്ങാണ്ട് എടുക്കുകയും ചെയ്യാം. കുഴച്ചിങ്ങനെ കഴിച്ചോളൂ. അപ്പൊ ഇതൊന്നും ഉണ്ടാകില്ല. ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ നമ്മള് പണിയെടുക്കുന്ന സമയത്ത് നെയ്ച്ചോറ് ബിരിയാണി ഒക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ സാധാ ചോറ് സാധാ അതേപോലെ നോർമലായിട്ടുള്ള ഫുഡാണ് നല്ലത്. വെള്ളത്തിനൊക്കെ ഇങ്ങനെ ദാഹിക്കുമ്പോഴേ. ഞാനേ ഓന് കുറച്ച് കഞ്ഞിവെള്ളം ഉപ്പിട്ട് കണ്ട് കൊണ്ടു കൊടുക്കട്ടെ കേട്ടോ. അപ്പൊ അതാക്ക് വെള്ളം കൊണ്ട് കൊടുക്കട്ടോ. വീഡിയോ എടുക്കണേ. അതാക്കട്ടോ വെട്ടിങ്ങാണ്ട് ഇത്ര ആയിക്കോട്ടെ. പെരും കാട് എന്താ, അത്രക്ക് വലിയ വലിയ കാടാണ്. ബാബു ആക്ക് വെള്ളം. കഞ്ഞി വെള്ളം. എന്തൊരു വെയിലാലേ. എന്തൊക്കെയാ കാടിന്റെ കിളി കൊത്തിയൊന്നും കാണൂലല്ലേ. നോക്കി നോക്കി നിന്നതൊക്കെ കിളി കൊത്തിപ്പോയി. അപ്പൊ നമ്മൾ മുതര ഇതാക്കണേ. മുതര എന്തൊക്കെ വെന്തു കേട്ടോ. അതിന് വറവ് ഇടാണ് ഞാൻ കേട്ടോ. ഇതേപോലെ ഇത്രയും ഒരു ചാറിൽ ഇങ്ങനെ ഈ ഒരു ഗ്രേവിയിൽ ഇങ്ങനെ ഉണ്ടാക്കും. അപ്പൊ ഇനി അത് ഈ ചോറിൽ ഇങ്ങനെ കുഴച്ച് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാം. എല്ലാ സൈഡാക്കി കഴിക്കുന്നത്. അപ്പൊ കറി ഇനിയിപ്പോ മീൻകറി വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് എടുത്താൽ മതി. ചായ കൊണ്ടുപോയി കൊടുക്കാൻ പോവാട്ടോ ഗൈസ്. എന്താ ആണോ ഇത്രയും വെട്ടി കഴിഞ്ഞു ഇഞ്ഞു ഇതാക്കണ്ടോ. ഇന്ന് തീരൂല. അപ്പൊ ഇവിടെ എവിടെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. എവിടെയാണ് ഇതൊന്നും കാണാനില്ല. ഇവിടെ ഒന്നും കാണില്ല ആളെ. ബാബു
എന്താ വനാങ്കൊടി കാടാണ്. പിന്നെ എങ്ങനെയത് കയ്യ എന്താ കാട് കയറിയേ. അപ്പൊ ഇനി ഞങ്ങള് പോവട്ടെ ഗൈസ്. ഇവിടെ നിർത്തി ഞങ്ങള് ഇന്നത്തെ ഞങ്ങൾ ഇതിവിടെ നിർത്തിക്കാണ്ടേ പോവാണ്. ഇതാണ്ടാ ചൂല്. നാളെ ഇത് വെട്ടുമ്പോ നമുക്ക് ചൂലാക്കാം. കുറുന്തോട്ടി ചൂല്. അപ്പൊ ഞങ്ങളെന്താ പോട്ടെ. ഞങ്ങളെത്തി. ഓളെ നാളല്ല മറ്റന്നാ ടൂർ പോകാണേ. എന്താ ഷാലു പോയി അടുത്തേക്കന്നെ. എത്ര ഇപ്പൊ 1550. ഇതാ കണ്ടോ സ്കൂൾ ഇട്ട് വന്നുങ്ങാണ്ടേ അമ്മായി കാക്കാരെ വർത്താനം കേട്ട് ഇങ്ങനെ കുത്തിർക്ക കേട്ടോ. ഇതാ ചോറ് എന്തേലൊക്കെ കഴിച്ചടി പോയി. ആരാ വരുന്നോ. ഇജെപ്പഴ വന്നേ. അതിനുണ്ടായിട്ട് വണ്ടി ഉണ്ടോ നോക്ക്. എവിടുക്കാണ് അവ സച്ചു പോയിക്കണത്. എവിടുക്കാ അച്ചു പോയിക്കണേ. ഹലോ സച്ചു എടുക്കാൻ പോയത്. പെണ്ണേ ഇവിടെ ഉണ്ട്. പറ്റിച്ചേറടാ പറ്റിച്ചേറടാ. ടൂറ് പോവാല്ലേ സമ്മതപത്രം ഇങ്ങനെ വായിച്ചു കാണ്ടേ അതിന് സൈൻ കൊടുക്കാൻ നോക്കട്ടെ. അതിനിപ്പോ 3:30 ഇപ്പൊ ഞമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതല്ലേ 3:30 അറിയുമ്പോ ഞമ്മക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ആനയും പൂച്ചയും പുലിയൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ. അപ്പൊ ഇനി 3:30 എന്ന് പറയുമ്പോ ഞമ്മക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നമ്മളെ വീഡിയോ ഒക്കെ കാണുമ്പോ നിങ്ങളെ പ്രിൻസിപ്പാളൊക്കെ നമ്മളെ വീഡിയോ കാണുമല്ലോ. അപ്പൊ ഒന്ന് നോക്കുക. 3:30 എന്ന് പറയുന്നത് നമ്മള് കുറച്ചൊക്കെ ഒന്ന് വൈകൊക്കെ ചെയ്യും. എന്താ അറിയോ നമ്മളെ ഇവിടെ ആനയും പുലിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഇവിടുന്ന് എത്തിപ്പെടണം. അപ്പൊ അതാ